നമുക്കെന്നാൽ പിസ്സ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് വേണം, കുറച്ച് ഷുഗർ വേണം, പിന്നെ ഈസ്റ്റ് വേണം കുറച്ച്, പിന്നെ നമുക്ക് ഇച്ചിരി വാം വാട്ടറും കൂടെ വേണം. ഇനി എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിനകത്ത് കുറച്ച് വാം വാട്ടർ ഒഴിക്കുക. വാം വാട്ടറിനകത്തേക്ക് നമുക്ക് ഈസ്റ്റ് ഇടാം. ഈസ്റ്റ് ഈ ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ ഈസ്റ്റ് ഉണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി മൈദ, 1 കപ്പ് മൈദയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് 4 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് നമുക്ക് എടുക്കാം. 4 കപ്പ് മൈദ എടുത്തു. ഇനി 4 സ്പൂണ് ഒലിവ് ഓയിൽ വേണം. 1 കപ്പ് മൈദയ്ക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ എന്ന കണക്കിൽ 4 സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മാവുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പാകത്തിൽ നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വെള്ളം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വാം വാട്ടറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകരുത്. നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പാകത്തിലായിരിക്കും ഇത് നമുക്ക് കുഴച്ചെടുക്കാവുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം. കൈകൊണ്ട് നല്ല ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇത് കുഴച്ച് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഒലിവ് ഓയിലും കൊണ്ട് കോട്ട് ചെയ്ത് വെക്കാം. ഒലിവ് ഓയിൽ ഇതിൻ്റെ പുറത്തിങ്ങനെ കോട്ടാക്കി വയ്ക്കാം. വെള്ളം ഒട്ടും കൂടി പോകരുത്. ഈ പരുവത്തിലാണ് ഇത് വേണ്ടത്. നന്നായിട്ടിത് ഒലിവ് ഓയിൽ വെച്ച് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു നനഞ്ഞ ഒരു കോട്ടൻ്റെ ക്ലോത്തും കൊണ്ട് ഇത് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു 6 തക്കാളി നമുക്ക് എടുക്കാം. 6 തക്കാളിയിൽ 3 തക്കാളി നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. 3 തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ വരയിട്ടിട്ട് നമുക്കത് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 14 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി നമുക്ക് സ്മോളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു സവോള എടുക്കാം. അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മുടെ തക്കാളി നമുക്ക് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയാം. 3 എണ്ണവും നമുക്ക് തൊലി കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് പീസാക്കി നമുക്കിത് മിക്സിയിലിട്ട് അടിക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. എന്നാൽ ഞാൻ അടിച്ചിട്ട് വരാം. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് അതും വളരെ ചെറുതായിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെക്കാം.
അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഉരുകി കഴിഞ്ഞ് നമുക്ക് ആദ്യം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള ചോപ്പ് ചെയ്തത് നമുക്കിടാം. അത് ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി നമുക്കിടാം. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം നമുക്കിടാം. ക്യാപ്സിക്കം ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം വഴന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ഇതും നന്നായിട്ട് അലിയുന്ന പോലെ അത് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോയുടെ പേസ്റ്റ് നമുക്ക് ഒഴിക്കാം. ഇനി ഇതിന് നല്ല കളർ കിട്ടുന്നതിന് നമുക്ക് ഒരു 1/2 സ്പൂണ് ചില്ലി പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ടേസ്റ്റിന് കുറച്ച് ഷുഗറും കുറച്ച് സോൾട്ടും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടി ഒരു 1/2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഒരു സ്പൂണ് ഷുഗറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാം. നമ്മുടെ പിസ്സ സോസ് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒറിഗാനോ, അത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒറിഗാനോ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കുറച്ച് ഇടണം. നമ്മുടെ പിസ്സയുടെ ഡൗ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഇതിനകത്ത് എയർ നമുക്ക് കളയാം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയും നമുക്കിതൊരു 1/2 മണിക്കൂർ വയ്ക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഡോഗ് എടുക്കാം. ഹോട്ട് ഡോഗ് ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ആണെങ്കിലും വേവിച്ചിട്ട് അത് സ്മോളായിട്ട് പീസാക്കിയെടുത്ത് അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഹോട്ട് ഡോഗ് ഉണ്ടെങ്കിൽ ഹോട്ട് ഡോഗ് നമുക്ക് സ്മോളായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഓവനിൽ വെക്കാനായിട്ട് പാത്രം എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഒലിവ് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിന് നന്നായിട്ട് ഒലിവ് ഓയിൽ തേക്കാം. ഒലിവ് ഓയിൽ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മൈദ കുറച്ച് ഒരു കോട്ടായിട്ട് മൈദ ഇടാം. മൈദ നമുക്ക് ഫുള്ള് ഇനി നമുക്ക് നമ്മുടെ ഡോവിൻ്റെ ഹാഫ് നമുക്കെടുക്കാം. എടുത്തിട്ട് ഇത് പരത്തി തിൻ ലെയറായിട്ട് പരത്തിയിടുക. ഈ
ഫുള്ള് തിൻ ലെയറായിട്ട് നമുക്ക് പരത്തിയിടുക. അങ്ങനെ നമ്മുടെ ഡോവ് നന്നായിട്ട് പരത്തി പാത്രം മൊത്തമാക്കി. ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിസ്സ സോസ് അതിൻ്റെ മുകളിലോട്ട് മൊത്തം പരത്തി വയ്ക്കണം. ഇതിപ്പോൾ പകുതി പിസ്സ സോസാണ് എടുത്തേക്കണേ, 2 പിസ്സ ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹോട്ട് ഡോഗ് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വറുത്തത്, പിന്നെ കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പിസ്സ ചീസ് മൊസറല്ല ഇത് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ. നമുക്കത് അതിന് മുകളിൽ വിതറാം. നമ്മുടെ ചീസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. സൈഡ് ഫുള്ളും ടോപ്പിലും കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 7 തൊട്ട് 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ നമ്മൾ നോക്കണം ചീസ് എങ്ങനെയാണ്, അത് കരിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇടയ്ക്ക് അത് നോക്കണം. 7 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് ഓവനിൽ വയ്ക്കാം. നമ്മളിപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. 200 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് പിസ്സ ഓവനിലോട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് വെക്കാം. ഒരു 10 മിനിറ്റ് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കണം അതിൻ്റെ ചീസിന് വല്ല കരിയുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നമ്മൾ നോക്കുകയും ചെയ്യണം. ഞാൻ ഈ കോഴി പിടിക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് ഉരുകി നല്ല രീതിയിൽ പിസ്സ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയായി വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.